നമസ്കാരം. എൻ്റെ പേര് ശ്രീജിത്ത്. കാസർഗോഡ് ജില്ലയിലെ മുന്നാട് സ്വദേശിയാണ്. സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. ഫെബ്രുവരി 27 ഉച്ചക്കാണ് ഞാൻ ഗുരുതരമായ മീസിൽസ് ബാധിച്ച് മംഗളൂരുവിലെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ എത്തുന്നത്. കുട്ടികളിൽ മീസിൽസ് ബാധിക്കാറുണ്ടെങ്കിലും മുതിർന്ന ആളുകളിൽ മീസിൽസ് ബാധിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പേടിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. പക്ഷേ ആദ്യം തന്നെ 1:32 ICUയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ വളരെ സ്നേഹവും കരുതലുമുള്ള പരിചരണത്തോടു കൂടിയാണ് ആശുപത്രി ജീവനക്കാർ സ്വീകരിച്ചത്. ആധുനിക മരുന്ന് സംവിധാനങ്ങൾ ഒരു രോഗിയിൽ ഉണ്ടാക്കുന്ന മാറ്റം പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ രോഗിക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലൂടെ പ്രകടമായിരിക്കും. പക്ഷേ ഇതെല്ലാം ആരോഗ്യ സംവിധാനങ്ങൾ നൽകാൻ സജ്ജമായി നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ സ്നേഹവും കരുതലും ഒരുപക്ഷെ ആ രോഗിയുടെ അസുഖത്തിൻ്റെ പകുതിയിലധികവും സുഖപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അത് നമ്മൾ പ്രകടമായൊരു കാര്യമാണ്. പ്രശസ്തനായ ഒരു അമേരിക്കൻ എഴുത്തുകാരൻ ഒ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന ഒരു കഥയിൽ ന്യൂമോണിയ ബാധിച്ച ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവളുടെ മാനസിക നിലയിൽ ഉണ്ടാക്കാനുള്ളൊരു മാറ്റം ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അതെന്നെ വളരെയേറെ ഇൻസ്പയർ ചെയ്തൊരു കഥയാണ്. ഈ ഇന്ത്യാന ഹോസ്പിറ്റലിൽ നിന്നും പിന്നീട് ഇന്ത്യാന ഹോസ്പിറ്റൽ ICUയിൽ നിന്നും പിന്നീട് ഓരോ ട്രീറ്റ്മെൻറ്റ് മുറിയിൽ നിന്നും അവസാനം ഈ 703 നമ്പർ റൂമിലേക്ക് എത്തിയപ്പോഴെല്ലാം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഥ പലവട്ടം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തീർച്ചയായും ഈ മീസിൽസ് എന്ന രോഗം മുതിർന്ന ആളുകളിൽ വരുമ്പോൾ അത് മെനിഞ്ചസിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും നിർജ്ജലീകരണം മൂലമുള്ള വലിയ അപകടങ്ങൾക്കും കാരണമാകും. അങ്ങനെ നിരവധി കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത് പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് ഇവിടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർ മുഹമ്മദ് ഷാലോം ജനറൽ മെഡിസിൻ അവരാണ് എന്നെ ചികിത്സിച്ചത്. വളരെ സ്നേഹപൂർവ്വവും കരുതലോടെയും ഏറെ നേരം സംസാരിക്കാനുള്ള സാവകാശവും എല്ലാം എടുത്തുകൊണ്ടാണ് ഡോക്ടർ പരിചരിക്കുന്നത്. ഡോക്ടർ കൂടെയുള്ള പോലീസിനോടുള്ള പെരുമാറ്റം പോലും നമ്മളെ വളരെയധികം അതിശയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാർ ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസകരമായ സംഭവമാണ്. അതുപോലെ എങ്ങനെയുണ്ട് നമ്മുടെ റൂം സർവീസ് എന്നും അതുപോലെ ആശുപത്രിയിലെ മറ്റ് സേവനങ്ങളെല്ലാം എങ്ങനെയുണ്ട് എന്നറിയാൻ ദിവസത്തിൽ 3-4 തവണ ആശുപത്രിയിലെ ചുമതലപ്പെട്ട ജീവനക്കാരെല്ലാം ഓടിയെത്തുന്നത് വളരെ രോഗത്തെ പകുതിയിലേറെ ശാന്തമാക്കുന്ന ഒരു നല്ല കാഴ്ച മംഗളൂരുവിലെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. മാർച്ച് 27 ഫെബ്രുവരി 27 ഇവിടെ എത്തുന്നത്. ഈ 4 ദിവസങ്ങളിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എൻ്റെ രോഗം പകുതിയിലെ അധികവും ഭേദമാവുകയും ഒരുപക്ഷെ ഒരു രണ്ടാം ജീവിതം എന്ന് പറയുന്നതിലേക്ക് വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ സമയത്ത് വലിയ ഇരുട്ടിൽ നിന്നും മാറി വരുമ്പോൾ ഒരു രണ്ടാം ജീവിതത്തിലേക്ക് എന്നെ എത്തിച്ചതിന് ഇന്ത്യാനയിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർ മുഹമ്മദ് ഷാലോവിനും അദ്ദേഹത്തിൻ്റെ പോലീസിനും ഹൃദയം നിറഞ്ഞ നന്ദി. Indiana Hospital and Heart Institute. Aid. Inspire. Aspire.